ഇത് ഒരു സ്ത്രീയുടെ മാന്ത്രിക പാചക കുറിപ്പുകളുടെ വിജയത്തിന്റെ കഥയാണ്. 1980കളിൽ പഞ്ചാബിലെ ലുധിയാനയിൽ ഒട്ടുമിക്ക ആഘോഷങ്ങളും കൂട്ടിയിണക്കിയ രുചിക്കൂട്ടുകൾ. വിവാഹ വിരുന്നുകളോ പാർട്ടികളോ ഒത്തുചേരലുകളോ എന്തുമാകട്ടെ, ഐസ്ക്രീമുകൾ, പുഡിങ്ങുകൾ, കേക്കുകൾ, കുക്കികൾ എന്നിവയെല്ലാം ഒരേ ഒരിടത്തു നിന്ന് തന്നെ. പിന്നീട് അവർ വീട്ടുമുറ്റത്ത് ഒരു അടുക്കള സ്ഥാപിച്ചു. അവിടെ നിന്ന് ബേക്കിംഗ് മാജിക് ആരംഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖ QSRകളിലേക്കും റെസ്റ്റോറന്റുകളിലേക്കുമുള്ള ബർഗർ ബണ്ണുകളുടെ ഔദ്യോഗിക വിതരണക്കാരായി വളർന്നു. ക്രമിക എന്ന ബിസ്ക്കറ്റ് ബ്രാൻഡിലൂടെ 23ലധികം സംസ്ഥാനങ്ങളിൽ 5,50,000 ഔട്ട്ലെറ്റുകളിലായി വിൽപ്പന നടത്തുന്നു. ക്യാൻറ്റീൻ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ ബിസ്ക്കറ്റ് വിതരണക്കാരായി മാറി. ഇംഗ്ലീഷ് ഓവൻ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പ്രീമിയം ബേക്കറി ബ്രാൻഡുകളിൽ ഒന്നാണ്. സംരംഭയാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും പ്രചോദനമാകേണ്ട പേരും ബ്രാൻഡും ശ്രീമതി രജനി ബെക്ടർ. അവരുടെ സ്വപ്നമായ മിസിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ മാജിക്കിന് കേന്ദ്ര സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. ഈ വിജയകഥ ഓഹരി വിപണിയും സ്വീകരിച്ചു. ക്ഷമയും പരിശ്രമവും റിവാർഡ് ചെയ്യുക എന്നതാണല്ലോ വിപണിയുടെ ശീലം. 2020 ഡിസംബറിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം മൾട്ടി ബാഗർ നേട്ടം നൽകിക്കഴിഞ്ഞു. പക്ഷേ 3ാം പാദ ഫലങ്ങളോട് അനുബന്ധമായി 7 ട്രേഡിംഗ് സെഷനുകളിലായി 22% ഇടിവാണ് ഓഹരികളിൽ ഉണ്ടായത്. 200-ഡേ മൂവിംഗ് ആവറേജിൽ മേക്ക് ഓർ ബ്രേക്ക് എന്നതാണ് നയം. നിലവിൽ ഏറ്റവും ബുള്ളിഷായ അനലിസ്റ്റും ബെയറിഷായ അനലിസ്റ്റും നൽകുന്ന ടാർഗറ്റ് വിലകളിലെ വ്യത്യാസം വലുതല്ല. വിശകലന വിദഗ്ധർക്ക് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചുള്ള എന്ത് സൂചനകളാണ് ഇത് നൽകുന്നത്? കാണാം റിസർച്ച് ഡെസ്കിൽ നിന്നും ജസ്നി ഹന്ന ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംരംഭയാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീക്കും പ്രചോദനമാകേണ്ട പേരും ബ്രാൻഡുമാണ് ശ്രീമതി രജനി ബെക്ടറും അവരുടെ സ്വപ്നമായ മിസിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡും. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ മാജിക്കിന് കേന്ദ്ര സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചപ്പോൾ ഈ വിജയകഥ ഓഹരി വിപണിയും സ്വീകരിച്ചു. 2020 ഡിസംബറിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം മൾട്ടി ബാഗർ നേട്ടമാണ് ഓഹരി നൽകിയത്. പക്ഷേ 3ാം പാദ ഫലങ്ങളോടനുബന്ധമായി 7 ട്രേഡിംഗ് സെഷനുകളിലായി 22% ഇടിവാണ് ഓഹരിയിലുണ്ടായത്. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 17% ഉയർന്ന് 429 കോടി രൂപയായി രേഖപ്പെടുത്തി. നികുതിക്ക് ശേഷമുള്ള ലാഭം 25% ഉയർന്ന് 34.6 കോടി രൂപയായി. സമാന കാലയളവിൽ എബിഡ 19% ഉയർന്നപ്പോൾ എബിഡ മാർജിൻ 14.3% മാറി. എബിഡ മാർജിനും ലാഭ മാർജിനും പാദാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നിരുന്നാലും വാർഷികാടിസ്ഥാനത്തിൽ ഉയർച്ച രേഖപ്പെടുത്താൻ മാർജിനുകൾക്ക് സാധിച്ചു. സെഗ്മെന്റ് അടിസ്ഥാനത്തിൽ ബിസ്ക്കറ്റ് വിഭാഗത്തിന്റെ വരുമാനം 22% ഉയർച്ച രേഖപ്പെടുത്തി. ആഭ്യന്തര കയറ്റുമതി സെഗ്മെന്റ് ഉൾപ്പെടെയാണ് വാർഷികാടിസ്ഥാനത്തിൽ ഈ നേട്ടം രേഖപ്പെടുത്തിയത്. ബേക്കറി വിഭാഗത്തിന്റെ വരുമാനം 146 കോടി രൂപയായി രേഖപ്പെടുത്തി. റീറ്റെയിൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ വിഭാഗങ്ങൾ ഉൾപ്പെടെ 2023 3ാം പാദത്തെ അപേക്ഷിച്ച് 15% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ആദ്യ 9 മാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 45% ഉയർച്ച എബിഡയിലും 71% ഉയർച്ച ലാഭത്തിലും രേഖപ്പെടുത്താൻ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമ്പനിയുടെ വിപുലീകരണ പദ്ധതികൾ നോക്കിയാൽ പഞ്ചാബിൽ 2 ബിസ്ക്കറ്റ് ലൈനുകൾ കമ്പനി കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 2 ലൈനുകൾ കൂടെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ഭിവാഡി, ധാർ, കൊൽക്കത്ത, മുംബൈ എന്നിവിടങ്ങളിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. SBI സെക്യൂരിറ്റീസിലെ സണ്ണി അഗർവാൾ അഭിപ്രായപ്പെടുന്നത് പ്രകാരം ഇന്ത്യയിലെ ബിസ്ക്കറ്റ് ബേക്കറി വിഭാഗത്തിലെ മുൻനിര കമ്പനിയായ മിസിസ് ബെക്ടേഴ്സ്, ബിസ്ക്കറ്റ് ബ്രാൻഡ് ക്രീമിക്ക, ബേക്കറി വിഭാഗമായ ഇംഗ്ലീഷ് ഓവൻ എന്നീ ബ്രാൻഡുകളിലൂടെയാണ് റാലി നടത്തുന്നത്. വടക്കേ ഇന്ത്യയിൽ ശക്തമായ വിജയം നേടാൻ സാധിച്ചതിനു ശേഷം പാൻ ഇന്ത്യ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കാനാണ് കമ്പനിയുടെ ശ്രമം. അടുത്ത 12 മാസത്തിനുള്ളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതൽ യൂണിറ്റുകൾ കടന്നു വന്നേക്കാം. പഞ്ചാബ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കും. ഇത്തരം വിപുലീകരണങ്ങൾ അടുത്ത 2 വർഷങ്ങൾക്കുള്ളിലായി സെയിൽസിലും വോളിയത്തിലും ഒരു കുതിച്ചുചാട്ടം കമ്പനിക്ക് നൽകിയേക്കാമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ നിലവിലുള്ള വിപണികളിൽ വിതരണം വ്യാപിപ്പിക്കാൻ അവസരമുണ്ടെന്നാണ് 3ാം പാദ ഫലങ്ങൾക്ക് ശേഷമുള്ള ഏർണിംഗ്സ് കോളിൽ മാനേജ്മെന്റ് അറിയിച്ചത്. നിലവിലുള്ള ഉപഭോക്താക്കൾ വഴിയും പുതിയവരെ കൂട്ടിച്ചേർക്കുന്നത് വഴിയും
കയറ്റുമതി, QSR ബിസിനസ്സുകളുടെ വളർച്ച കമ്പനി ലക്ഷ്യമിടുന്നു. അടുത്ത 5-6 പാദങ്ങളിലായി കമ്മീഷൻ ചെയ്യുന്ന അധിക ശേഷികൾ നോർത്ത് ഇന്ത്യ അടിസ്ഥാനമാക്കിയുള്ള മാർക്കറ്റുകളിൽ വിതരണം വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. അതേസമയം മുംബൈ, പൂനെ, ബംഗളൂരു തുടങ്ങിയ പുതിയ മാർക്കറ്റുകളിൽ ബിസ്ക്കറ്റ് സെഗ്മെന്റ് ക്രമേണ വളരുമെന്നാണ് കണക്കുകൂട്ടൽ. QSR ശൃംഖലകളുടെ വളർച്ചയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേക്കറി ബിസിനസിന് ഊർജം പകരും. 14 മുതൽ 15% വരെ മാർജിൻ വളർച്ച മാർഗനിർദ്ദേശം മാനേജ്മെന്റ് നിലനിർത്തുന്നുണ്ട്. അതേസമയം ക്രമേണ വളർച്ചയുടെ തോത് ഉയർത്തുമെന്നും സൂചിപ്പിക്കുന്നു. പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ സ്ഥിരത കൈവന്നതും വിൽപ്പന വർദ്ധിക്കുകയും ചെയ്യുന്നത് മാർജിൻ വളർച്ചയ്ക്കും ആശ്വാസം നൽകുമെന്നാണ് കണക്കുകൂട്ടൽ. ബ്രോക്കറേജ് സ്ഥാപനമായ ഇക്വിറസ് സെക്യൂരിറ്റീസ് കൂടുതൽ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2023 മുതൽ മിസ്സിസ് വെക്ടേഴ്സിന്റെ പാത ആരോഗ്യകരമാണെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. മാക്രോ ഘടകങ്ങൾ ദുർബലമായിരുന്നിട്ടുകൂടി എക്സിക്യൂഷനിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് വളർച്ച നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു. വിതരണവും പ്രീമിയമൈസേഷനും വഴിയുള്ള നേട്ടങ്ങൾ തുടരുമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. 3-ാം പാദത്തിൽ പ്രീമിയം ബിസ്ക്കറ്റുകളുടെ വരുമാന സംഭാവന 34 മുതൽ 35% നിലവിലെ വിപുലീകരണ പദ്ധതികളുടെ ബിസ്ക്കറ്റ് ബിസിനസ് 2 മടങ്ങ് സ്കെയിൽ ചെയ്യാനും ബേക്കറി ബിസിനസ് 40 മുതൽ 45% വരെ സ്കെയിൽ ചെയ്യാനും സൗകര്യമുണ്ട്. വിതരണ വിപുലീകരണം, പ്രീമിയവൽക്കരണം, മാർക്കറ്റിംഗ് എന്നിവ വളർച്ചയുടെ പ്രധാന പ്രേരകങ്ങളായി പ്രവർത്തിക്കും. 2022 ജൂണിൽ ഓഹരികൾ ബോട്ടം ഔട്ട് ചെയ്ത് 245 രൂപയിൽ നിന്നും 460% നേട്ടം നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ 3 മാസങ്ങളിലായി നിക്ഷേപകർ ലാഭമെടുക്കുന്നതും സൈഡ്വേസ് ട്രെൻഡിലേക്ക് ഓഹരികൾ മാറുന്നതും തുടരുന്നു. 3-ാം പാദ ഫലങ്ങളുടെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തുടർച്ചയായ 7 ട്രേഡിംഗ് സെഷനുകളിലായി 22% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ 995 രൂപ എന്ന 200-ഡേ മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് നേട്ടത്തിലേക്ക് ഓഹരികൾ ക്രമേണ തിരിച്ചു വരുന്നുണ്ട്. നിലവിൽ ഏറ്റവും ബുള്ളിഷ് അനലിസ്റ്റുകൾ മിസ്സിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റിയുടെ ഒരു ഷെയറിന് 1447 എന്ന നിരക്കിൽ വിലമതിക്കുന്നു. ഏറ്റവും ബേറിഷായ അനലിസ്റ്റും നൽകുന്ന ടാർഗറ്റ് വില 1294 രൂപയാണ്. വിശകലന വിദഗ്ധർക്ക് അതിന്റെ സാധ്യതകളെക്കുറിച്ച് ശക്തമായ വീക്ഷണമുണ്ടെന്ന് തന്നെയാണ് ടാർഗറ്റ് എസ്റ്റിമേറ്റുകളുടെ നേരിയ വ്യത്യാസം സൂചിപ്പിക്കുന്നത്. ബ്രോക്കറേജ് സ്ഥാപനമായ ഇക്വിറസ് സെക്യൂരിറ്റീസ് നൽകുന്ന ടാർഗറ്റ് വില 1296 രൂപയാണ്. അതായത് നിലവിലെ ഓഹരി വിലയിൽ നിന്നും കുറഞ്ഞത് 25% മുന്നേറ്റം പ്രതീക്ഷിക്കാം. റിസർച്ച് ഡെസ്ക്, മൈഫിൻ TV.